ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു താറാവ് കറി എങ്ങനെ വെക്കാമെന്നാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നേരത്തെ ചെയ്ത് വെച്ച റെസിപ്പിയാണ്, ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ. അപ്പം താറാവ് കഷ്ണങ്ങളാക്കിയത് കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു 2 ടീസ്പൂണ് വിനാഗിരി, മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ശരിക്ക് ആ കഷ്ണങ്ങളിൽ പെരളത്തക്ക രീതിയിൽ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് വെക്കണം. അങ്ങനെ അതൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വേണം നമ്മൾ വേവിക്കാനായിട്ട്. അപ്പം ഇപ്പം ഞാനിത് നല്ലപോലെ ഇളക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. തീക്കകത്ത് വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത്. നമ്മൾ വഴറ്റത്തില്ലേ, അതുപോലെ ശരിക്കിട്ട് വഴറ്റിയിട്ട് സവോള ഒരു 2 എണ്ണം സ്ലൈസ് ചെയ്തതും, പച്ചമുളക് ഒരു 2 എണ്ണം സ്ലൈസ് ചെയ്തതും, ഇഞ്ചി ഒരു വലിയ സൈസ് ക്രഷ് ചെയ്തെടുത്തതും, വെളുത്തുള്ളി ഒരു ബണ്ടിൽ മുഴുവനും പേസ്റ്റ് ചെയ്തെടുത്തതും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടുകളെല്ലാം ഈ താറാവിൽ നല്ലതുപോലെ യോജിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഞാനത് ഇളക്കി കൊടുത്തിരുന്നു, ആ ചേരുവകൾ മസാലക്കൂട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇപ്പോൾ ഇട്ട് കൊടുത്തു. മുമ്പേ അത് ഇടാൻ മറന്നു പോയിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇപ്പോൾ ഇട്ടു. എന്നിട്ട് അത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം വേണം അടുത്ത കൂട്ട് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കുറേ നേരം വഴറ്റിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുത്തത് നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങയുടെ 2/2 പാൽ 1 ഗ്ലാസ് ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ താറാവ് നമുക്കറിയാലോ, ഇത് കഷ്ണങ്ങൾ കുറച്ചേ കാണത്തുള്ളൂ, കൂടുതൽ എല്ലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ എടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു കറി വെക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാലാണ് ചെയ്യേണ്ടത്, അതുപോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് 2/2 പാൽ ചേർത്ത് എന്നിട്ട് വീണ്ടും കുറേ നേരം ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഞാനത് അടച്ച് വെക്കുക. അപ്പോൾ അത് ഒരു 2 വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നതിന് മുമ്പ്, അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇളക്കുക. അതുകൂടെ ചേർത്തതിന് ശേഷം വേണം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ. ഞാൻ ഈ റെസിപ്പി യൂട്യൂബിൽ നമ്മൾ കണ്ടതാണ്. അതിരപ്പള്ളിയിൽ വാസുവേട്ടൻ്റെ കടയിൽ ഇങ്ങനെയാണ് താറാവ് കറി വെക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കണ്ടു. അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ താറാവ് വെന്തതിന് ശേഷം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും വറ്റൽമുളകും കൊച്ചുള്ളിയും വഴറ്റിയിട്ട് അതിനകത്ത് ചേർക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 പാൽ തുറന്നിട്ട് നമ്മൾ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കണം. അത് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഈ വറ്റൽമുളക് വഴറ്റിയതെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും താറാവ് കറി റെഡിയാകും. നമ്മൾ 1/4 പാൽ ചേർത്തതിന് ശേഷം വീണ്ടും അധികമായിട്ട് ചൂടാക്കാൻ പാടില്ല, ഒന്ന് ഇളക്കിയിട്ടങ്ങ് നിർത്തണം.